Hello everyone. Welcome to Scholars Hub. സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 3 റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ബ്ലോക്ക് 3 യൂണിറ്റ് 7ൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്ലോസ് എന്നാണ്. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്താണ് ക്ലോസ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ക്ലോസ്? എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. അതായത് നമ്മുടെ ഒരു സെൻറ്റൻസിൽ അതിലൊരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ക്ലോസ് എന്ന് വിളിക്കാം. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള രണ്ട് ഏരിയാസാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് ക്ലോസ്, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, എന്താണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നൊക്കെ ചോദ്യം ചോദിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് ഇതെല്ലാം എന്നുള്ളത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എയ്തർ എക്സ്പ്രസ് എ കംപ്ലീറ്റ് തോട്ട്. ഒരു കംപ്ലീറ്റ് തോട്ടുള്ളതാണ് എന്ത്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ ക്ലോസ് ഫോർ മീനിങ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് തരുന്നതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ അനദർ ക്ലോസ് ഫോർ മീനിങ് ഈസ് കോൾഡ് ആസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതായത് മറ്റൊരു ക്ലോസുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അവിടെ ഒരു പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. ഇതൊക്കെ എന്താണ് വരുന്നത്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്തൊക്കെയാണ്? ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നത് കാരണം, അത് കംപ്ലീറ്റ് അല്ല. അതുപോലെ തന്നെ ഓൾദോ ഹീ ട്രൈഡ് ഹിസ് ബെസ്റ്റ്, അതായത് അവൻ നന്നായിട്ട് ശ്രമിച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. അതൊക്കെ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളിലാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലോസ് തന്നിട്ട് ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ചോദ്യവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രേസ് ആണ്. എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. അതായത് ഒരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത എന്താണ് വേർഡ്സുകളെയാണ് എന്ത് പറയുന്നത്? ഫ്രേസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കൂട്ടം വേർഡ്സിനെ ഇറ്റ് ഓൺലി ആക്ട് ആസ് എ പാർട്ട് ഓഫ് സെൻറ്റൻസ്, നോട്ട് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അതായത് അതിൽ വെർബും ഉണ്ടാവില്ല, സബ്ജക്റ്റും ഉള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അതൊരു പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, ഫ്രേസുകൾക്ക് എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നൗൺ ഫ്രേസ് ഉണ്ട്. ദ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തില്ല? അവിടെ വെർബും അതുപോലെ തന്നെ സബ്ജക്റ്റും ഇല്ല. ദ ബ്ലാക്ക് കാറ്റ്, മനസ്സിലായില്ല? അവിടെ എന്ത് ഇല്ല? ഒരു ക്രിയ അവിടെ നടക്കുന്നില്ല. ദ ബ്ലാക്ക് കാറ്റ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, കറുത്ത പൂച്ച എന്ത് ചെയ്യുന്നു എന്നുള്ള ക്രിയയില്ല. അപ്പോൾ അതൊക്കെ ഒരു ഫ്രേസിൽ വരുന്നതാണ്. വെർബ് ഫ്രേസിൻ്റെ എക്സാമ്പിളാണ് റണ്ണിങ് ഫാസ്റ്റ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസാണ് വെരി ബ്യൂട്ടിഫുൾ. അഡ്വർബിയൽ ഫ്രേസാണ് ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വെർബ് സബ്ജക്റ്റ് കോമ്പിനേഷൻ ഇല്ലാത്തതിനെയാണ് എന്താ പറയുന്നത്? ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷനാണ്. അതായത് നമുക്ക് 3 പ്രധാനപ്പെട്ട സെൻറ്റൻസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലേതൊക്കെയാണ് സെൻറ്റൻസ് വരുന്നത്? ഫസ്റ്റത്തെ സെൻറ്റൻസ് ആണ് സിമ്പിൾ സെൻറ്റൻസ്. എന്താണ് സിമ്പിൾ സെൻറ്റൻസ്? നമ്മൾ നേരത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. സോ എ സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് വൺ മെയിൻ ക്ലോസ്. എക്സാമ്പിൾ, അതായത് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മെയിൻ ക്ലോസ് മാത്രമുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഷീ ലവ്സ് റീഡിങ്. ഇവിടെ ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, റീഡിങ് എന്ന് പറയുന്ന റീഡിങ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്. അത് ഇനിയൊരു കംപ്ലീറ്റ് മീനിങ്ങും ഉണ്ട്. അപ്പോൾ അതൊരു മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഒരേ ഒരു മെയിൻ ക്ലോസ് ഉള്ള സെൻറ്റൻസുകളെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദ ബോയ് റാൻ ഫാസ്റ്റ്. ദ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. റാൻ ഫാസ്റ്റ് എന്ന് പറയുന്ന എന്തുണ്ട്? റാൻ ഫാസ്റ്റ് എന്ന് പറയുന്ന, റാൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയയാണ്, അതായത് വെർബാണ്. അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? എ കോമ്പൗണ്ട് സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ജോയിൻഡ് ബൈ എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതായത് 2
എന്തുണ്ടാവും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസുകൾ ഉണ്ടാവും. ആ രണ്ട് ക്ലോസുകളെയും കണക്ട് ചെയ്യുന്ന ഒരു കൺജങ്ഷൻ ഉണ്ടാവും. എന്താണ് കൺജങ്ഷൻ? ആൻഡ്, ബട്ട്, ഓർ, നോർ, ഫോർ, യെറ്റ്, സോ എന്നൊക്കെ പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ വരുന്നതാണ്. ഇതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഷീ ലവ്സ് റീഡിങ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻ ക്ലോസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു മെയിൻ ക്ലോസ് ആയിട്ടുള്ള ഷീ റൈറ്റ്സ് സ്റ്റോറീസുമായിട്ട് ഒരു സിംഗിൾ സെൻറ്റൻസിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഒരു കോമ കൊടുത്തിട്ട് ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് മാറി. ഷീ ലവ്സ് റീഡിങ് ആൻഡ് ഷീ റൈറ്റ്സ് സ്റ്റോറീസ്. അവൾ കഥ വായിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുപോലെ തന്നെ അവൾ സ്റ്റോറീസ് എഴുതുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ദ ബോയ് റാൻ ഫാസ്റ്റ് ബട്ട് ഹീ മിസ്ഡ് ദ ബസ്. ഇതും ഒരൊറ്റ സെൻറ്റൻസ് ആണ്, രണ്ട് മെയിൻ ക്ലോസുകളാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. അത് ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്? എ കോംപ്ലക്സ് സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതായത് കോംപ്ലക്സ് സെൻറ്റൻസിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടാവും. ഓക്കെ, ഒന്നോ അതിലധികമോ മിനിമം ഒരെണ്ണെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഷീ ലവ്സ് റീഡിങ് ബുക്സ് ബിക്കോസ് ദേ ഇൻസ്പയർ ഹെർ. ഇവിടെ ഷീ ലവ്സ് റീഡിങ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അത് ബിക്കോസ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷനും കൂടി ചേർത്തിട്ട് ദേ ഇൻസ്പയർ ഹെർ എന്ന് കൊടുത്തപ്പോൾ എന്തായി, അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയി. ഇവിടെ നമ്മൾ ജസ്റ്റ് ദേ ഇൻസ്പയർ ഹെർ എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു കംപ്ലീറ്റ് മീനിങ് ഇല്ലാത്ത ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയുകയാണോ ഒരാളുടെ അടുത്ത് ദേ ഇൻസ്പയർ ഹെർ എന്ന് പറഞ്ഞാൽ അവളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്തിനു വേണ്ടി ഇൻസ്പയർ ചെയ്തു, എന്ത് കാര്യത്തിനാണ് ഇൻസ്പയർ ചെയ്തത്? ഇൻസ്പയർ ചെയ്യാന്നാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കാര്യം അവരത് കണ്ടിട്ട് ഇവർ കണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്. എന്തിന് ചെയ്തു, എന്താണ് കാരണം ഒന്നും പറയുന്നില്ല. അപ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസും മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കൂടി ചേർന്ന് വന്നപ്പോൾ അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടായി. അത്തരം സെൻറ്റൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇത് നോക്കാം. ആൾദോ ദ ബോയ് റാൻ ഫാസ്റ്റ് ഹീ മിസ്ഡ് ദ ബസ്. ഇവിടെ ആൾദോ ദ ബോയ് റാൻ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഹീ മിസ്ഡ് ദ ബസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അത് രണ്ടും കൂടി ചേർന്ന് വന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് മാറി. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നോക്കാനുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഓഫ് സിമ്പിൾ ടു കൺവേർഷൻ, അതായത് സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാം എന്നൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത്? നമ്മൾ ഒരു കോർഡിനേറ്റീവ് അല്ലെങ്കിൽ ഒരു കൺജങ്ഷൻസ് യൂസ് ചെയ്ത് കൊടുക്കും, ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ഹീ വാസ് ടയേർഡ് ഹീ കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് സെൻറ്റൻസുകളാണ്, സിമ്പിളായിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണ് അതിൽ വരുന്നത്. ഹീ വാസ് ടയേർഡ് ഹീ കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റൻസുകളാണ് അവിടെ വരുന്നത്. ആ രണ്ട് സെൻറ്റൻസിനെ എങ്ങനെയാണ് നമുക്ക് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും? ഹീ വാസ് ടയേർഡ് ഒരു കോമ കൊടുത്തിട്ട് നമ്മളൊരു കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആയിട്ടുള്ള ബട്ട് ചേർത്ത് കൊടുക്കുന്നു, ഹീ കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി. അതുപോലെ തന്നെ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ഹീ ഫെയിൽഡ്. ഓക്കെ, അവിടെയും നമ്മൾ എന്താ ചെയ്തത്, ഹീ വർക്ക്ഡ് ഹാർഡ് യെറ്റ് ഹീ ഫെയിൽഡ് എന്ന് നമ്മൾ കൊടുത്തു. യെറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ അവിടെ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് കോമ്പൗണ്ട് ടു സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഈ ഒരു സെൻറ്റൻസിനെ സിമ്പിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കോമ്പൗണ്ടിനെ സിമ്പിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സിമ്പിളിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റുക എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇവിടെ നമുക്കൊരു കോമ്പൗണ്ട് എങ്ങനെയാണ് സിമ്പിളിലേക്ക് മാറ്റുക എന്നാണ് നോക്കുന്നത്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഹീ ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് ഹീ വെൻറ്റ് ഹോം എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക, രണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. അതായത് രണ്ട് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഹീ ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് ഹീ വെൻറ്റ് ഹോം. ഇതൊരു എന്താണ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. അതെങ്ങനെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറ്റും?
ആഫ്റ്റർ ഫിനിഷിങ് ഹിസ് വർക്ക് ഒരു കോമ ഇട്ട് കൊടുത്തു, ഹി വെൻറ്റ് ഹോം എന്ന് മാത്രം മതി. അതായത് അപ്പോൾ അവിടെ 2 സെൻറ്റൻസ് ആയിട്ട് അത് മാറി. അപ്പോൾ അത് 2 സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് മാറി ആ ഒരു കോമ മാത്രം കൊടുക്കുമ്പോൾ. ഇതുപോലെ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു കൺജങ്ഷൻ എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇനി സിമ്പിൾ സെൻറ്റൻസ് എങ്ങനെയാണ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. ഹീ കൺഫസ്ഡ് ഹിസ് ക്രൈം, അവൻ അവൻ്റെ കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്ന സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതെങ്ങനെ കോംപ്ലക്സിലേക്ക് മാറ്റുന്നത്? ഹീ കൺഫസ്ഡ് ദാറ്റ് ഹീ ഹാഡ് കമ്മിറ്റഡ് ദ ക്രൈം. അപ്പോൾ നമ്മളവിടെ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മെയിൻ ക്ലോസും ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ആയിരിക്കും. ഇവിടെ ഹീ കൺഫസ്ഡ് ദാറ്റ് എന്നുള്ളത് എന്താണ്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഹാഡ് കമ്മിറ്റഡ് ദ ക്രൈം എന്നാക്കിയിട്ട് അടുത്ത സെൻറ്റൻസിന് ചെറുതായിട്ടൊരു അൾട്ടറേഷൻ വരുത്തി കൊടുത്തു. അപ്പോഴാണ് അതൊരു എന്തായി മാറിയത്, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ക്ലോസ് ആയിട്ട് മാറിയത്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് മാറിയത്. അപ്പോൾ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഷീ വാസ് ടു വീക്ക് ടു വാക്ക്. ഷീ വാസ് ടു വീക്ക് ടു വാക്ക്. അതെങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സിലേക്ക് മാറ്റുന്നത്? ഷീ വാസ് സോ വീക്ക് ദാറ്റ് ഷീ കുഡ് നോട്ട് വർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എന്താണ് ഒരു സിമ്പിൾ സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത്. ഇനി ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എങ്ങനെയാണ് സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഇന്നസെൻറ്റ്. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഇന്നസെൻറ്റ്. കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒന്നിലധികം ഡിപ്പെൻഡൻറ്റ് ക്ലോസും. ഓക്കെ, ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ഇന്നസെൻറ്റ്. ഹീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ക്ലോസാണ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഹീ സെഡ് ദാറ്റ്, അവൻ പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞു എന്നില്ല, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അല്ല, അതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഹീ വാസ് ഇന്നസെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോൾ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ്. അതായത് സിമ്പിൾ സെൻറ്റൻസിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഹീ ഡിക്ലെയർഡ് ഹിസ് ഇന്നസെൻസ് എന്നിങ്ങനെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചില വൊക്കാബുലറീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും, അത് സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ. വെൻ ദ റെയിൻ സ്റ്റോപ്പ്ഡ് വി വെൻറ്റ് ഔട്ട് സൈഡ്. അതായത് മഴ നിന്ന സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ പറ്റും? ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് വി വെൻറ്റ് ഔട്ട്സൈഡ്. വി വെൻറ്റ് ഔട്ട്സൈഡ്. ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മഴ നിന്നപ്പോൾ, അല്ലെങ്കിൽ ആഫ്റ്റർ ദ റെയിൻ സ്റ്റോപ്പ്ഡ്, മഴ നിന്നപ്പോൾ വി വെൻറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കതിനെ സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറ്റും. സോ ഇത്രയും കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് മാക്സിമം ചോദിക്കാതിരിക്കും, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ കോമ്പൗണ്ട് സെൻറ്റൻസിൽ നിന്നും കോംപ്ലക്സ് ആക്കാനുണ്ട്. എങ്ങനെയാണ്? ദ സൺ സെറ്റ് ആൻഡ് ഇറ്റ് ബിക്കെയിം ഡാർക്ക്. അതെങ്ങനെയാണ് കോംപ്ലക്സിലേക്ക് മാറ്റിയത്? ആസ് ദ സൺ സെറ്റ് ഇറ്റ് ബിക്കെയിം ഡാർക്ക്. ആസ് ദ സൺ സെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയി. ഹീ ഈസ് പുവർ ബട്ട് ഹീ ഈസ് ഓണസ്റ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് കോംപ്ലക്സിലേക്ക് മാറ്റാൻ പറ്റും? ഓൾദോ ഹീ ഈസ് പുവർ എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയി. ഹീ ഈസ് ഓണസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അത് രണ്ടും കൂടി കണക്ട് ചെയ്ത സമയത്ത് അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറി. കോംപ്ലക്സ് സെൻറ്റൻസ് എങ്ങനെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റുക? ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. അതായത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അത് കോമ്പൗണ്ടിലേക്ക് എങ്ങനെ മാറ്റും? ആ ഇഫ് ഒഴിവാക്കിയാൽ മതി. വർക്ക് ഹാർഡ് ഓർ യു വിൽ നോട്ട് സക്സീഡ്. ഓക്കെ, ഒരു എന്ത് ചേർത്തു? നമ്മളൊരു കൺജങ്ഷൻ, ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മളവിടെ ചേർത്ത് കൊടുത്തു. ദൗ ഹി വാസ് ടയേർഡ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ദൗ ഹി വാസ് ടയേർഡ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ടിലേക്ക് മാറ്റിയപ്പോൾ ഹി വാസ് ടയേർഡ് ബട്ട് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ് എന്നാക്കി മാറ്റി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മളതിനെ മാറ്റിയും മറിച്ചൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി ഇതിൽ വരുന്നുണ്ട്. പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. എന്താണ് പോസിറ്റീവ് സെൻറ്റൻസ്, എന്താണ് കമ്പാരിറ്റീവ് സെൻറ്റൻസ്, എന്താണ് സൂപ്പർലേറ്റീവ് സെൻറ്റൻസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനൊക്കെ നിങ്ങളതിൻ്റെ ഫുൾ ക്ലാസ് നിങ്ങൾ കാണണം. അതായത് ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്കോളേഴ്സ് ഹബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നോ അതർ സിറ്റി ആസ് ലാർജർ ആസ് ടോക്കിയോ എന്നാണ്. ഓക്കെ, അതായത് നോ അതർ സിറ്റി ഈസ് ലാർജ് ആസ് ടോക്കിയോ. നോ അതർ സിറ്റി ഈസ് ആസ് ലാർജ് ആസ് ടോക്കിയോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അതിൻ്റെ കമ്പാരിറ്റീവ് സെൻറ്റൻസ് ആണ് ടോക്കിയോ ഈസ് ലാർജർ ദാൻ എനി അതർ സിറ്റി. സൂപ്പർലൈറ്റീവ് ആണ് ടോക്കിയോ ഈസ് ദ ലാർജസ്റ്റ്
സിറ്റി. അപ്പോൾ സിമ്പിള്, മോറ്, മോസ്റ്റ് ഈ ഒരു രീതിയിലാണ് അത് മാറ്റുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നോ അതർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോസിറ്റീവ് തുടങ്ങുന്നത്. ലാർജർ എന്ന് വെച്ചിട്ടാണ് കമ്പാരിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത്. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് എന്നാണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് ആസ് സ്ട്രോങ് ആസ് ഹിസ് ബ്രദർ. അതെങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവിലേക്ക് മാറ്റുന്നത്? ഹിസ് ബ്രദർ ഈസ് സ്ട്രോങ്ങർ ദാൻ ഹിം. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരെ കമ്പയർ ചെയ്യുന്നതാണ്. സൂപ്പർലേറ്റീവ് പറഞ്ഞാൽ അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. നെയ്തർ ഓഫ് ദം ഈസ് സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നെയ്തർ എന്നോ അല്ലെങ്കിൽ എയ്തർ എന്നോ ഒക്കെ നമ്മളതിൽ മാറ്റേണ്ടി വരും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കുക. ഓക്കെ, അതിൻ്റെയൊക്കെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ക്ലോസ് എന്നുള്ളൊരു ചോദ്യം വരാം. ഗിവ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട്. വാട്ട് ഈസ് എ ക്ലോസ്? എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉള്ളതാണ് എന്ത് ക്ലോസ് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വാട്ട് ഈസ് എ ഫ്രേസ്? ഫ്രേസ് എന്താണ്? എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ബോത്ത് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഇറ്റ് ആക്ട് ആസ് എ പാർട്ട് ഓഫ് സെൻറ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കുക. വാട്ട് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ? ഏതൊക്കെയാണ്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. വാട്ട് ഈസ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ? ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്താണ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം? തിയറി പാർട്ടാണ്, ഇതൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മെയിൻ സെൻറ്റൻസ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ കുറേ ഞാൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ കുറച്ച് എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ എങ്ങനെ കോമ്പൗണ്ടിലേക്ക് മാറ്റും എന്നുള്ളത്. ഡെസ്പൈറ്റ് ഇസ് പോവർട്ടി ഹി വാസ് ഓണസ്റ്റ്. അതെങ്ങനെ? ഹി വാസ് പുവർ എറ്റ് ഹി വാസ് ഓണസ്റ്റ്. അത് കോമ്പൗണ്ടിലേക്ക് ഇങ്ങനെയാണ് മാറ്റുന്നത്. കോമ്പൗണ്ട് എങ്ങനെ സിമ്പിളിലേക്ക് മാറ്റുന്നത്? ഹി വാസ് സിക്ക് ബട്ട് ഹി വെൻറ്റ് ടു സ്കൂൾ. ഡെസ്പൈറ്റ് ബീയിങ് സിക്ക് ഹി വെൻറ്റ് ടു സ്കൂൾ. ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ സിമ്പിൾ എങ്ങനെയാണ് കോംപ്ലക്സിലേക്ക് മാറ്റുന്നത് നോക്കാം. സീയിങ് ദ പോലീസ് ദ തീഫ് റാൻ അവേ. സീയിങ് ദ പോലീസ് ദ തീഫ് റാൻ അവേ. വെൻ ഹി സോ ദ പോലീസ് ദ തീഫ് റാൻ അവേ. ഓക്കെ, ഇങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാനിതിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ നോക്കുക. ഓക്കെ, എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നോക്കാം. ഞാനിതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. എങ്ങനെയാണിത് പോകുന്നത് ഞാനെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളത് മാക്സിമം പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് പൗസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്കോളേഴ്സ് ഹബിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.